എരുവ നളന്ദ കലാസാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ എം.ടി. വാസുദേവൻ നായർ അനുസ്മരണവും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയുള്ള ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. നളന്ദ ഗ്രന്ഥശാല പ്രസിഡന്റ് ജി സദാശിവൻ അധ്യക്ഷത വഹിച്ചു. കായംകുളം എരുവ നളന്ദ കലാസാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ എം.ടി. വാസുദേവൻ നായർ അനുസ്മരണവും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയുള്ള ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. നാലുകെട്ട്, അതുപോലെ തന്നെ രണ്ടാമൂഴം, അതുപോലെ തന്നെ സിനിമകളായിട്ടുള്ള എം.ടിയുടെ വിവിധ കൃതികൾ. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടി നായകനായ ഒരു വടക്കൻ വീരഗാഥ, ആ സിനിമയിൽ അതുവരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിരുന്ന തച്ചോളിയോദയന്റെയും ഉണ്ണിയാർച്ചയുടെയും ഒക്കെ വീരചരിതം കേട്ട് വന്ന മലയാളികളുടെ മനസ്സിൽ, അന്ന് വരെയുള്ള മലയാളികളുടെ മനസ്സിൽ ചന്തു എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. ചന്തു എന്ന് പറയുന്ന ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു. എന്നാൽ ഈ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമ കണ്ടിറങ്ങിയ മലയാളിയുടെ മനസ്സിൽ ചന്തു എന്ന് പറയുന്ന ആ മനുഷ്യനെ കുറിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് ഒരുക്കി തന്നത് എം.ടി. ആണ്. സേതുവിനോട് മാത്രമാണല്ലോ സ്നേഹം എന്ന സുമിത്ര പറയുന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട് നോവൽ അവസാനിക്കുന്ന സന്ദർഭത്തിൽ. ഒരുപാട് സുമിത്രമാർ ഇങ്ങനെ പറയുന്നുണ്ടാവും. ഇപ്പോഴും കാലം എത്ര കഴിഞ്ഞാലും ഈ കാലം എന്ന നോവൽ നമുക്കിടയിൽ ഉണ്ടായിരിക്കും. കാലത്തിലൂടെ നമുക്കൊപ്പം, നമുക്ക് മുന്നേയും നമുക്ക് ശേഷവും സഞ്ചരിക്കുന്ന എഴുത്തുകാരനാണ് എം.ടി. എം.ടി. എന്ന് മാത്രമല്ല, എല്ലാ എഴുത്തുകാരും അങ്ങനെയാണ്. എം.ടി. അങ്ങനെ അതിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ്. എം.ടി. എന്ന രണ്ടക്ഷരങ്ങളിൽ മലയാള സാഹിത്യം ഉയർന്നു വന്നത് ഒരു വലിയൊരു കാഴ്ചയായിരുന്നു. എം.ടി.യാണ് മലയാള സാഹിത്യത്തെ നമ്മുടെ ദേശീയ തലത്തിലേക്ക് എത്തിച്ചതും പ്രചാരത്തിലെത്തിച്ചതും. മാർക്കേസ് എന്ന വളരെ മഹാനായ എഴുത്തുകാരനെ മലയാളത്തിലേക്ക് ആദ്യമായി പരിചയപ്പെടുത്തിയത് എം.ടി. ആയിരുന്നു. പാലക്കാട്, കൂടല്ലൂർ പ്രദേശങ്ങൾ ഉൾപ്പെട്ട പ്രദേശങ്ങളെ കഥകളാണ് അദ്ദേഹം കൂടുതലും. അദ്ദേഹം തന്നെ പറയാറുണ്ട്, അദ്ദേഹത്തിന് അനുഭവമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം കഥകളിലൂടെയും നോവലുകളിലൂടെയും പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് അറിയാം, രണ്ടാമൂഴത്തിലെ കഥ. നമ്മൾ രാമായണത്തെ അല്ലെങ്കിൽ മഹാഭാരതത്തെ വളരെ ഇതായി കണ്ടിരുന്ന കാലത്താണ് ഈ രണ്ടാമൂഴം എന്ന ഒരു നോവൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുന്നത്. അത് വളരെ കുറേ അത് ആ നോവൽ ഇങ്ങനെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം അത് പുസ്തകമായി. ഈ പുസ്തകമായപ്പോൾ അതിനകത്തുള്ള ഒരു പ്രത്യേകത, ഭീമൻ എന്ന ഒരു കഥാപാത്രമാണ്. ഭീമനെയാണ് അതിനകത്ത് മെയിൻ കഥാപാത്രമായി എം.ടി. ചിത്രീകരിക്കുന്നത്. നളന്ദ ഗ്രന്ഥശാല പ്രസിഡന്റ് ജി സദാശിവൻ അധ്യക്ഷനായി. ഗ്രന്ഥശാല സെക്രട്ടറി പ്രഭാഷ് പാലാഴി സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് ബേബി ശ്രീജ വിഷയാവതരണം നടത്തി. ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് പത്തിയൂർ വിശ്വൻ, ലൈബ്രറിയൻ ജി ആദർശ്, നളന്ദ കലാസാംസ്കാരിക വേദി സെക്രട്ടറി പ്രദീപ് അച്ചൂസ്, ട്രഷറർ ശശികുമാരൻ പിള്ള, വിനീത ബിനോയ്, അഡ്വക്കേറ്റ് സ്മിത ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. CT ന്യൂസ് കായംകുളം.